ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിൽ നിന്നും എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ട് വരുന്ന ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലേ. എന്താണ്? സബ്ജക്റ്റ് ആദ്യം വരും, പിന്നെ ആറാണ് ഓക്സിലറി വരും അല്ലെ. പ്ലൂറൽ സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആറ് വരും, വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഒരു പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. യു ആർ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ആറിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക അല്ലെ. ആർ യു റീഡിങ് എ ബുക്ക്? ആർ യു റീഡിങ് എ ബുക്ക്? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയില്ലേ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഈ സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? ആർ എന്ന ഓക്സിലറിയോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക്. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല എന്നുള്ള നെഗറ്റീവ് ആയില്ലേ. എങ്ങനെ നെഗറ്റീവ് ആക്കിയത്? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർത്തു. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അല്ലെ. പോസിറ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത്? ആറിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. യു ആർ റീഡിങ് എ ബുക്ക് എന്നുള്ള സെന്റൻസിൽ നിന്ന് ആറിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ ആർ യു റീഡിങ് എ ബുക്ക് എന്നായിട്ട് മാറി. എന്തതിന്റെ അർത്ഥം? നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ എന്നായി മാറി. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എങ്ങനെയാണ് നോക്കൂ. ഈ ഒരു നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാണ്? യു ആർ നോട്ട് റീഡിങ് എ ബുക്ക് എന്നാണ് അല്ലെ. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക് എന്നാണ് ഇതിന്റെ നെഗറ്റീവ് സ്ട്രക്ചർ. ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ആർ നോട്ടിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ എന്താവുന്നു? ആർ നോട്ട് യു റീഡിങ് എ ബുക്ക്? ആർ നോട്ട് യു റീഡിങ് എ ബുക്ക്? നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. ആർ നോട്ട് യു റീഡിങ് എ ബുക്ക്? നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ? ഈ ആർ നോട്ടിനെ ഒന്നും കൂടി നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ആർ ഇൻറ്റു യു എന്നാക്കും അല്ലെ. ആർ നോട്ടിനെ ഷോർട്ട് ആക്കിയിട്ട് എന്താക്കും? ആർ ഇൻറ്റ് എന്നാക്കി മാറ്റി. ആർ ഇൻറ്റു യു റീഡിങ് എ ബുക്ക്? ആർ ഇൻറ്റു യു റീഡിങ് എ ബുക്ക്? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി അല്ലെ. എങ്ങനെ ആയത്? എങ്ങനെ നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്? ആർ നോട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ആർ ഇൻറ്റു യു എന്നാക്കി അല്ലെ. ആർ ഇൻറ്റു യു റീഡിങ് എ ബുക്ക്? ആർ ഇൻറ്റു യു റീഡിങ് എ ബുക്ക്? നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അടുത്ത് നോക്കൂ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അല്ലെ. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആറിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്? ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്? അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇതിന്റെ നെഗറ്റീവ് സ്ട്രക്ചർ? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക അല്ലെ. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്? അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്? അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ആർ നോട്ടിനെ നമ്മൾ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക അല്ലെ. ആർ നോട്ട് ദേ പ്ലേയിങ് ക്രിക്കറ്റ്? ആർ നോട്ട് ദേ പ്ലേയിങ് ക്രിക്കറ്റ്? അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. എങ്ങനെയാണ് ഇതിന്റെ അർത്ഥം വരിക? അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ, അല്ലേ എന്നുള്ള നെഗറ്റീവ് ആയിട്ട് വരിക. ആർ നോട്ട് ദേ പ്ലേയിങ് ക്രിക്കറ്റ്? അവര് ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ. പിന്നീട് നമ്മൾ എന്താ ചെയ്തത്? ആർ നോട്ടിന് ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ആർ ഇൻറ്റു ദേ പ്ലേയിങ് ക്രിക്കറ്റ്? ആർ ഇൻറ്റു ദേ പ്ലേയിങ് ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ആർ ഇൻറ്റു ദേ പ്ലേയിങ് ക്രിക്കറ്റ്? അവർ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയി. അടുത്ത് നോക്കൂ. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആറിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ആർ വി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയാണോ?
ആർ വി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് സ്ട്രക്ചർ, അഥവാ ഇതിനെ എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. വി ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, വി ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. നെഗറ്റീവ് സ്ട്രക്ചർ ആയില്ലേ? എന്താണ് ചെയ്തത്? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർത്തു. വി ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ആർ നോട്ടിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ആർ നോട്ട് വി സ്റ്റഡി ഇംഗ്ലീഷ്, ആർ നോട്ട് വി സ്റ്റഡി ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള അർത്ഥം വന്നു അല്ലേ? ആർ നോട്ട് വി സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇതിനെ നമ്മൾ ഒന്നും കൂടി ഷോർട്ടാക്കിയിട്ട് ആർ ഇൻറ്റ് വി സ്റ്റഡി ഇംഗ്ലീഷ്, ആർ ഇൻറ്റ് വി സ്റ്റഡി ഇംഗ്ലീഷ്, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെയാണ് പ്ലൂറൽ സബ്ജക്റ്റുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൽ നിന്നും നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, താങ്ക് യു.